ഹായ് ഓൾ. അപ്പോൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വെക്കുവാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ 21 കിലോ വെയിറ്റ് ലോസ് ചെയ്തേക്കണത് ഇന്നിന്ന ഭക്ഷണങ്ങൾ കഴിച്ചു കൊണ്ടിട്ടാണെന്നുള്ളത്. അപ്പോൾ നേരത്തെ ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഓരോ ദിവസവും എന്ത് കഴിക്കണം എന്നുള്ളത് ഞാൻ വെൽ പ്ലാൻഡായിട്ട് എഴുതി വെച്ചിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ ഡയറ്റ് തുടങ്ങാറ്. ഈ പറഞ്ഞ പോലെ ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെക്കും. എന്നിട്ട് എന്താണോ അന്നേരം എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പവും സൗകര്യവും സമയമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഓരോ ദിവസവും ഓരോ ഫുഡ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോടും ഓരോ ദിവസം ഡേ 1 ഇത് കഴിക്കൂ, ഡേ 2 ഇത് കഴിക്കുന്നൊന്നും പറയാത്തത്. കാരണം അത് പറഞ്ഞു തരാനായിട്ടുള്ള ആധികാരികമായ അറിവൊന്നും എനിക്കുമില്ല. ഞാനൊരു ട്രെയിനറോ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടൊന്നല്ല ഇതിനകത്തേക്ക് ഇറങ്ങിയേക്കുന്നത്. ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ വെച്ച് വേണം മുന്നോട്ട് ചെയ്യാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങളങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരരുത്. എല്ലാവരുടെയും ബോഡിയും ഹെൽത്തൊന്നും ഒരേപോലെ ആയിരിക്കില്ല. എന്തായാലും ഞാൻ ഒരുപാട് കഠിനമായ ഡയറ്റൊന്നും ചെയ്തിട്ടല്ല ഇത്രയും വെയിറ്റ് ലോസിലെത്തി നിൽക്കുന്നത്. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഓരോ ദിവസവും ഇന്നത് കഴിക്കുന്നുള്ള ഡയറ്റ് ചാർട്ട് തരാനായിട്ട് ഞാൻ ആളല്ല. ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഫുഡ് നിങ്ങളുടെ സൗകര്യത്തിനും ഇഷ്ടത്തിനും പലർക്കും പല ടേസ്റ്റാണ്. ഞാൻ കഴിക്കുന്ന സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതൊക്കെ സ്വയം ഒന്ന് മനസ്സിലാക്കുക. നമ്മളുടെ തൊട്ടടുത്ത കടകളിൽ കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, നമ്മളെക്കൊണ്ട് എപ്പോഴും അത് മേടിക്കാൻ പറ്റുമോ? ഒരുപാട് വില കൂടിയ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളത് കുറേ നാൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല നമുക്ക്. അപ്പോൾ അതൊക്കെ സ്വയം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്വയം ഒരു ഡയറ്റ് കണ്ടെത്താനായിട്ട്. ഞാൻ അങ്ങനെ കണ്ടെത്തിയ ഒരാളാണ്. യൂട്യൂബ് ചാനലിലൊക്കെ നോക്കി ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് ഈ പറഞ്ഞ പോലെ ഡയറ്റ് ചാർട്ടൊക്കെ വലിയ കാര്യത്തിന് എഴുതിയൊക്കെ എടുക്കും. പക്ഷെ അതൊന്നും എന്നെക്കൊണ്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റാറില്ല പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഇഷ്ടവും എന്തൊക്കെ എനിക്ക് ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് തൊട്ടടുത്ത കടകളിൽ നിന്ന് മേടിക്കാൻ പറ്റണ സാധനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആണ്. അതായത് എപ്പോഴും നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരുപാട് നാളത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണെന്നുള്ള ഒരു ബോധ്യത്തിൽ ആണ് ഞാൻ എൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുപോലെ നിങ്ങളും നിങ്ങളുടെ ടേസ്റ്റും നിങ്ങളുടെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ഡയറ്റ് സ്വയം തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് നിങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിലും അത് അളവ് നിയന്ത്രിച്ച് കഴിക്കുക. നല്ല റിസൾട്ട് ഉണ്ടാവും, ഉറപ്പാണ്. അതോടൊപ്പം നിങ്ങൾ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂർ വർക്കൗട്ടെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു അരമണിക്കൂർ നടക്കുകയോ ഓടുകയോ അതുമല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നിന്നിട്ടുള്ള വർക്കൗട്ട് ചെയ്യുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓൾറെഡി നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് വീഡിയോസൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈ പറഞ്ഞ പോലെ 15 മിനിറ്റ് 20 മിനിറ്റ് അരമണിക്കൂർ എന്നൊക്കെ തുടങ്ങി ഇപ്പോൾ 1 മണിക്കൂർ വരെ വർക്കൗട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. അതങ്ങനെയാണ്. നമ്മൾ തുടക്കത്തിൽ അത്രയും സമയം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൂട്ടി നമ്മളുടെ സ്റ്റാമിനയും കൂട്ടി നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതോടൊപ്പം ഡയറ്റും വർക്കൗട്ടും നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ഷുവറാണത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ച ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, രാവിലെ ഞാൻ കഴിച്ചത് ചെറുപയറും ഓംലേറ്റുമാണ്. ഉച്ചയ്ക്ക് കുറച്ച് ചോറെടുത്തു, ചെറുപയർ ഉലത്തിയതുണ്ടായിരുന്നു, പാവയ്ക്ക വാട്ടിയതുണ്ടായി, ഒരു 2 ടീസ്പൂൺ തൈര് ഉൾപ്പെടുത്തി ചോറിൽ, പിന്നെ കുറച്ച് കുക്കുമ്പറും ക്യാരറ്റുമാണ് ഞാൻ എൻ്റെ ഉച്ചഭക്ഷണത്തിൽ കഴിച്ചത്. അത് ഞാനൊരു 1:30 ആ ടൈമിൽ കഴിച്ചിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഒരു 8:30 ആയപ്പോഴത്തേനും കഴിച്ചു. വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഞാൻ ചോളത്തിൻ്റെ പുട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കണം എന്ന്. അപ്പോൾ അത് ആ പൊടി ആദ്യമായിട്ട് മേടിച്ചതുകൊണ്ട് അത് കഴിക്കാനും അതിൻ്റെ ടേസ്റ്റ് അറിയാനുള്ള ഇതിനകത്ത് ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ കുറച്ച് ചോളത്തിൻ്റെ പുട്ട് ഉണ്ടാക്കി, ഒരിത്തിരി ചിക്കൻ കറിയും കുക്കുമ്പറും ക്യാരറ്റും കൂടുതലായിട്ട് അരിഞ്ഞാണ് വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചത്. 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കഴിച്ചു. ഇതോടുകൂടി എൻ്റെ ഫുഡ്
ഇന്നത്തെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഇന്നിപ്പോൾ 2.5 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ട്. കുറേ ഒരു 2 ആഴ്ച റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഇന്നിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഒരു 3/4 മണിക്കൂർ വർക്കൗട്ടാണ് ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല റിസൾട്ട് ഉണ്ടാവും. നാളെ ഇനിയിപ്പോൾ രാവിലെ വീട്ടിലെല്ലാവർക്കും ചായക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്താണോ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്നത് നോക്കിയിട്ട് ആ സമയത്ത് അപ്പോഴത്തെ ആ ഒരു ഇതിനകത്താണ് ഞാൻ ഫുഡ് ഉണ്ടാക്കിയെടുക്കാറ്. അല്ലാതെ തലേ ദിവസം തന്നെ നാളെ ഇന്നത് കഴിക്കാം അങ്ങനെയൊന്നും ഞാൻ പ്ലാൻ ചെയ്ത് വെക്കാറില്ല. ഓൾറെഡി നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ട പൊടികളൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണതും അങ്ങനെയാണ് ഞാൻ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റും നിങ്ങളുടെ സൗകര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ഡയറ്റും വർക്കൗട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക. ഓൾറെഡി നമ്മൾ വർക്കൗട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഒരു അരമണിക്കൂർ വർക്കൗട്ടൊക്കെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.